സ്നേഹമുള്ള അധ്യക്ഷൻ ഭാസ്കരൻ, സെക്രട്ടറി, വായനശാലയിലെ മറ്റു ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, രണ്ടായിരത്തി 2025-26 വായന പക്ഷാചരണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 ദിവസങ്ങളിലായി ജൂൺ 19 ആരംഭിക്കുന്ന വായന പക്ഷാചരണം ജൂലൈ 7 അവസാനിക്കുകയാണ്. വായന എന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അന്ന് നിരവധി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരുന്ന, സാമ്രാജ്യത്വം അടക്കി ഭരിച്ചിരുന്ന നമ്മളടക്കമുള്ള പ്രദേശത്തെ ജനങ്ങൾ അയിത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും ഒക്കെ ഇടയിൽപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാൻ മാർഗമില്ല, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്കൂളിലൊക്കെ തന്നെ ഫീസ് കൊടുക്കണം. നമുക്കറിയാം, അത് മാറിയത് അധികം വിദൂരമായ കാലഘട്ടത്തിലൊന്നുമല്ല. ആദ്യം 4ാം ക്ലാസ് വരെ ഫീസ് ഇല്ലാതാക്കുന്നു, പിന്നെ പടിപടിയായി ഫീസ് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെക്കപ്പെട്ട സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം എന്ന തത്വം കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ പടിപടിയായി നടപ്പിലാക്കുന്നു. അങ്ങനെയാണ് നമുക്ക് വിദ്യാഭ്യാസമൊക്കെ ഇന്നത്തെ രീതിയിലൊക്കെ എത്തുന്നുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, ഞാൻ സൂചിപ്പിച്ച കേരളത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ, അന്ന് അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ആരും, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആരും തേടി വന്നിരുന്നില്ല. ഒരു സ്കൂളും അവരെ ഇന്നത്തെ പോലെ സ്വാഗതം ചെയ്തിരുന്നില്ല. വാഹനങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അന്ന് ലോകത്തെ അറിയുന്നതിന്, രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതിഗതികൾ അറിയുന്നതിന്, നമ്മുടെ സമൂഹത്തിലെ ഒരു കാര്യവും അറിയാത്ത നിരക്ഷരരായ ഒരു ജനതയായിരുന്നു നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നത്, കേരള സമൂഹത്തിലും ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിലും ഭയാനകമായ സ്ഥിതിവിശേഷമുള്ള ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ ആരും എതിർക്കപ്പെടാനില്ല, ആരും ഒരക്ഷരം ഉരിയാടാനില്ല, എന്തും നടക്കുമെന്ന സാഹചര്യത്തിലാണ് വിദേശികൾ നമ്മുടെ രാജ്യത്ത് അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ത്യ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ശ്രീ PN പണിക്കരെ പോലെ, ശ്രീ K ദാമോദരനെ പോലെ, അതുപോലെ നിരവധി ഗ്രന്ഥശാല പ്രവർത്തകർ ആദ്യം മലബാറിൽ നിന്ന് ആരംഭിക്കുകയാണ് വായനശാല പ്രവർത്തനം. ആളുകളെ വിളിച്ചു ചേർത്ത്, യുവജനങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി ഒരു വായനശാലയുണ്ടാക്കി അവിടെ കുറച്ച് പുസ്തകങ്ങൾ എത്തിച്ച് അത് ആ പ്രദേശത്ത് ആളുകളെ വായിപ്പിക്കാൻ പഠിപ്പിച്ച് അത് വായിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഗ്രന്ഥശാല പ്രവർത്തകർ മലബാറിൽ അന്ന് നടത്തിയത്. മലബാറിന് ശേഷം തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ തന്നെ പ്രവർത്തനം വ്യാപിക്കാൻ തുടങ്ങി. ശ്രീ PN പണിക്കരുടെ നേതൃത്വത്തിലുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ തിരുവിതാംകൂറിൽ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അങ്ങനെ രൂപം കൊടുക്കുക മാത്രമല്ല, അന്ന് ശ്രീ PN പണിക്കർ 45 വായനശാലകളായി തിരുവിതാംകൂർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വായനശാല പ്രതിനിധികളെ വിളിച്ചുകൂട്ടി അതിനൊരു കേന്ദ്ര സംഘടന എന്നുള്ള രീതിയിൽ
ഒരു ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഭാവിയിൽ, മുമ്പ് മലബാറിൽ ഉണ്ടാക്കിയതാണെങ്കിലും ഇത്തരത്തിൽ ഒരു തുടക്കം കുറിച്ച ആളെന്ന നിലയിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴയിൽ വെച്ച് അന്ന് രൂപീകരിച്ച, ആലപ്പുഴ ജില്ലയിൽ വെച്ച് രൂപീകരിച്ച ആ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം ജൂൺ 19-ാം തീയതി നമ്മുടെ വായനാപക്ഷാചരണം ആരംഭിക്കുമ്പോൾ അതിന്റെ ഉപജ്ഞേതാവായ പി എൻ പണിക്കരുടെ നാമധേയം ഓർത്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അന്ന് 19-ന് പി എൻ പണിക്കരെ അനുസ്മരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചരമദിനമാണെന്ന്. അന്ന് എല്ലാ ലൈബ്രറികളിലും ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഉദ്ഘാടന പരിപാടി സ്കൂളുകളിൽ വെച്ചായിരിക്കണമെന്ന് ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് 30-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം ഈ കേരള സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നാം ഈ രീതിയിലെത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്ന് ഗ്രന്ഥശാല പ്രവർത്തകർ അക്ഷരം പഠിപ്പിക്കുകയും പുസ്തകം വായിപ്പിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ സമൂഹത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളും സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ നവോത്ഥാന നായകരും അയ്യങ്കാളി മുതൽ ശ്രീനാരായണ ഗുരു വരെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ നാടിനെ സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഭ്രാന്താലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വലിയ പ്രവർത്തനമാണ് ഏറ്റെടുത്തത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കാനും തെറ്റിനെതിരെ പ്രതികരിക്കാനും ശരിയോടൊപ്പം നിൽക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് 1957-ൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനങ്ങളിൽ അത് കേരളത്തിലും 1956 കേരളം രൂപീകൃതമാക്കുന്നത്. ആദ്യമായി 1957-ൽ ഒരു തെരഞ്ഞെടുപ്പ്, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CMS പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരികയാണ്. ആ ഗവൺമെന്റാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ മുൻപ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ആ പ്രസ്ഥാനവും പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ 1950-ൽ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനവും എടുക്കാൻ തയ്യാറാകാത്ത ഭരണഘടനയിൽ എഴുതി വെക്കപ്പെട്ട അംബേദ്കറുടെ വചനങ്ങൾ അല്ലെങ്കിൽ ആ ലിഖിതങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് വിദ്യാഭ്യാസ ബന്ധത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഇന്ന് പ്രായമായ ആളുകൾ ആരെങ്കിലും സ്കൂളിൽ പോകാൻ കഴിയുമോ? ആർക്കെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ കഴിയുമോ? ഇന്ന് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി, പഴയ ആ കേരള സമൂഹത്തിന്റെ സ്ഥിതി നിലനിൽക്കുന്നു എന്ന് നമുക്ക് അവിടങ്ങളിൽ വിശദമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും ജനഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേരള സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും സ്വന്തമായി ജീവിച്ചിരുന്ന കിടപ്പാടം അത് പതിച്ചു തോന്നുന്നതിന്, ആരെയും കുടിയൊഴിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നതിന്, തന്റെ പേരിൽ ഉള്ള ഭൂമിക്ക് ഒരു ആധാരം ലഭിക്കുന്നതിന്, ആ ആധാരം പണയം വെച്ചാൽ ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ഒരു അത്യാവശ്യം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ, ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമ്പോൾ, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് പൈസയ്ക്ക് പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇത് കൊണ്ടുപോയി വെച്ച് ആ കാര്യം നിവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അതിന്റെ ആദ്യഘട്ടത്തിൽ നിന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഈ കേരളത്തെ കേരളമാക്കുന്നതിന്
ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാനും ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന പുരസ്കാരങ്ങൾ നേടാനും വിദേശ രാജ്യങ്ങളടക്കം ഈ കേരളത്തിൽ വന്ന് പഠിക്കാനും സാക്ഷരതാ പ്രസ്ഥാനവും ജനകീയാസൂത്രണവും ഒക്കെ ഈ കേരളത്തിൽ വിജയപ്രദമായി നടപ്പിലാക്കാനും ജനങ്ങളുടെ കൂട്ടായ സഹകരണം കൊണ്ട് കോവിഡ് ആയാലും നിപ ആയാലും ഏത് മാരക അസുഖങ്ങളായാലും അതിനെയൊക്കെ കൂട്ടായി ചേർന്നുകൊണ്ട് ജനകീയമായ ഒരു ശക്തി സംഭരിച്ചുകൊണ്ട് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ഇച്ഛാശക്തി മനസ്സുള്ള ആളുകളെ ഉണ്ടാക്കിയത്, മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ പ്രവർത്തനങ്ങളാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അത് ഓർമ്മിപ്പിക്കാൻ, കേരളത്തിന്റെ ഭൂതകാലങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മയില്ല. പ്രധാനമായി വിദ്യാർത്ഥികൾ, അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് ആരംഭിക്കാൻ പറഞ്ഞത്. ഇന്നത്തെ വിദ്യാർത്ഥികൾ യാതൊരു പ്രയാസവുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. വീടിനടുത്ത് വാഹനം വന്നു നിൽക്കുന്നതിൽ കയറുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചാ വണ്ടിയിൽ കയറുന്നു, വീട്ടിൽ വരുന്നു, എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കുന്നു, നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്നു, ഒരു പ്രയാസവുമില്ല. അതിദരിദ്രരില്ലാത്തൊരു കേരള സംസ്ഥാനം പ്രഖ്യാപിക്കാൻ നവംബർ 1-ാം തീയതി കാത്തു നിൽക്കുകയാണ് ഗവൺമെന്റ്. അതാണ് കേരളത്തിലെ സ്ഥിതി. സമ്പന്നമായ ജീവിക്കുന്ന ആളുകളുടെ ഒപ്പം ജീവിത സാഹചര്യങ്ങൾ ഈ കേരളത്തിൽ പ്രയാസപ്പെട്ടാണെങ്കിലും ഉണ്ടാക്കുന്നതിന് ഭരണാധികാരികൾക്ക് കഴിയുന്നു. നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നു. നല്ല രീതിയിലുള്ള കൂലി സമ്പ്രദായം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഒരു തൊഴിലാളി സംഘടനയ്ക്കും സമരം ചെയ്യേണ്ട ഗതികേട് ഇന്ന് കേരളത്തിലില്ല. കർഷകത്തൊഴിലാളി പ്രസ്ഥാനവും കർഷക സംഘ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയ ധീരമായ സമരങ്ങൾ കൂലിക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് കൂലിക്കാരെ കിട്ടാത്തൊരവസ്ഥയിലൊക്കെ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെ വന്ന് ജോലിയെടുക്കുന്ന സ്ഥിതിയിലൊക്കെ നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പുരോഗമിച്ച സംസ്ഥാനത്ത് ഇന്ന് വലിയ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന ഈ കേരള സമൂഹത്തിൽ എന്ന് നമ്മുടെ അറിവിനെ ഗവൺമെന്റ് അത് അറിവിനെ ആധാരമാക്കിക്കൊണ്ടുള്ള തൊഴിൽ സാധ്യതകൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിലാണ് വായനാ പക്ഷാചരണം ഞാൻ സൂചിപ്പിച്ച കുട്ടികളെ സംബന്ധിച്ച് ഭൂതകാലത്തെ കുറിച്ച് അറിവില്ലാത്ത, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത അണുകുടുംബ വ്യവസ്ഥയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ, അവരെ അടക്കം ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഈ വായനാ പക്ഷാചരണം ഉപയോഗപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലൈബ്രറി കൗൺസിൽ സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ നല്ല മനുഷ്യനാക്കാൻ കഴിയും. അത് മനസ്സിലാകാത്ത, ഒരു കാര്യവും മനസ്സിൽ കയറാത്ത കുറെ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുതായിട്ട് ആണെങ്കിൽ പോലും യുവജനങ്ങളിലുണ്ട് എന്നതുകൊണ്ടാണ് ലഹരി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടു നടക്കുന്നത്. ലഹരി നമ്മുടെ സമൂഹത്തെ ദുഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനമാണ് എന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ നടക്കുന്നത്. ലോകത്തിലാകമാനം ലഹരി ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ സാമ്പത്തികമായി വലിയ സാഹചര്യം ഉണ്ട് എന്നതുകൊണ്ട്, അത് വിറ്റഴിക്കാനുള്ള ഒരു മേഖലയുണ്ട് എന്നതുകൊണ്ട് ഇവിടെ വ്യാപകമായി കൊണ്ടുവരികയാണ്. അതിനെതിരെയുള്ള വലിയ ക്യാമ്പയിനുകളും ഈ വായനാ പക്ഷാചരണ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ലഹരി വിരുദ്ധ ദിനം ജൂൺ 26-ാം തീയതി എല്ലാ ഗ്രന്ഥശാലകളും നടത്താൻ പറഞ്ഞിരുന്നു. ഇവിടെയും നടത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ അവരുടെ +2 ആയാലും SSLC ആയാലും അവരുടെ വിജയ ശതമാനം നോക്കിക്കൊണ്ട് അവരുടെ ഉന്നതമായ ശതമാനം കണക്കിലെടുത്തുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ അനുമോദിക്കാൻ, പുരസ്കാരങ്ങൾ കൊടുക്കാൻ ഒരു ദിവസം തെരഞ്ഞെടുക്കാൻ നാം തീരുമാനിച്ചു. അതുമേ വായനശാലയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ദിവസവും പരിപാടി ഉണ്ട് എന്നാണ് സെക്രട്ടറി. അപ്പൊ ആ രീതിയിൽ വായനോത്സവം വരാൻ പോവുകയാണ്. ഇപ്പോൾ ഹൈസ്കൂൾ വായനാ മത്സരവും അതുപോലെ തന്നെ മുതിർന്നവരുടെ 1-2 ഭാഗം വായനാ മത്സരങ്ങളും
മഴയുടെ ആധിക്യം മൂലം മാറ്റിവെച്ചിരിക്കുകയാണ് ജൂലൈ മാസത്തിലേക്ക്. അപ്പോൾ ആ വായനാ മത്സരത്തിന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ ഒരു ദിവസം ഈ വായനാ പക്ഷാചരണ പരിപാടിയുമായി മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ വായനോത്സവത്തിന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനും വായനോത്സവം, മുതിർന്നവരുടെ വായനോത്സവം വായനശാലകളിൽ വെച്ച് അതിഗംഭീരമായി നടത്താനും സ്കൂളുകളിൽ വെച്ച് വായനോത്സവം, ഹൈസ്കൂൾ വായനോത്സവം നടത്താനുമുള്ള സജ്ജീകരണങ്ങൾ ഓരോ വായനശാലയുടെ സമീപത്തുള്ള സ്കൂളുകളിൽ ആ വായനശാല ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഹൈസ്കൂൾ വായന മത്സരം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനും കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം നിരവധി കാര്യങ്ങൾ കൂടിയാണ് ഈ വർഷത്തെ വായന ഉത്സവം നടക്കുന്നത്. ആ വായനോത്സവത്തിനോടനുബന്ധിച്ച് ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ബ്ലഡ് കിട്ടാതെ വിഷമിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സർക്കാർ ആശുപത്രി ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും അവിടെയൊക്കെ തന്നെ ആവശ്യത്തിന് ബ്ലഡ് ആവശ്യമുള്ള ഗ്രൂപ്പ് കിട്ടുന്നതിന് വലിയ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ അക്ഷരസേന രൂപീകരിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് നമ്മുടെ ഗ്രന്ഥശാലകൾ പോയതുപോലെ ഓരോ വായനശാലയിലും ബ്ലഡ് കൊടുക്കുന്ന യുവാക്കളുടെ ഒരു സേനയുണ്ടാക്കാൻ ലൈബ്രറി കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് അത്തരം പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. വായനാ വസന്തം നമുക്കറിയാം. നമ്മുടെ വായനശാലകളിലൊന്നും കൂടുതലായ ആളുകൾ പുസ്തകം എടുക്കുന്നതിന് പഴയ പോലെ വരുന്നൊരു സ്ഥിതിയില്ല. പലർക്കും തിരക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അണുകുടുംബ വ്യവസ്ഥിതി, അതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ആർക്കും സമയം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് പുസ്തകങ്ങൾ വായനശാല തേടി വരുന്നതിന് പകരം കുറെ ആളുകളുടെ അടുത്തേക്ക് വായനശാല പുസ്തകമായി എത്തുകയാണ്. അതാണ് വായനാ വസന്തം. 100 വീടുകളെങ്കിലും തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പുസ്തകം എത്തിക്കാൻ, അത് അവിടുത്തെ വീട്ടിലുള്ള ആളുകളെ വായനശാലയിൽ വരാൻ പല കാരണങ്ങളെ കൊണ്ട് കഴിയാത്ത ആളുകളെ വായിപ്പിക്കാൻ ഉള്ളൊരവസരവും കൂടി ലൈബ്രറി കൗൺസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ കൗൺസിൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ പക്ഷാചരണ സമയത്ത് നമുക്ക് ജനങ്ങളുമായി സംവേദിക്കേണ്ടതുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പ് പക്ഷാചരണ കാലത്ത് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി നടപടികളെടുക്കണം. നിരവധി സാഹിത്യകാരന്മാരെയാണ് ഈ പക്ഷാചരണ സമയത്ത് നമ്മൾ ഓർമ്മിക്കുന്നത്. അങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ വെച്ചിട്ടുള്ളത് അവരുടെ നയങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനാണ്. അതിനുവേണ്ടി അത്തരം പ്രവർത്തനങ്ങളും ഈ വായനാ പക്ഷാചരണ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ജൂലൈ 7-ാം തീയതി വിവിധ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ട് ജൂലൈ 7-ാം തീയതി IV ദാസിന്റെ ജന്മദിന ദിവസം ഈ ലൈബ്രറി പ്രസ്ഥാനത്തിനൊരു ശക്തമായ ചട്ടക്കൂടുണ്ടാക്കാൻ നമ്മുടെ നിയമസഭയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന് ചർച്ച നടത്തി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ആ നിയമങ്ങളും നടപടികളും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഇതിന് നേതൃത്വം കൊടുത്ത ആദ്യത്തെ 1-ാം ലൈബ്രറി കൗൺസിലിന്റെ സാരഥിയായിരുന്ന IV ദാസിന്റെ, IV ദാസ് 2 തവണ 1-ാം ലൈബ്രറി കൗൺസിലിലും 2-ാം ലൈബ്രറി കൗൺസിലിലും ഇതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച IV ദാസിന്റെ ജന്മദിനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പക്ഷാചരണം അവസാനിക്കുന്നത്. അങ്ങനെ ഈ പക്ഷാചരണത്തിലെ മുഴുവൻ ദിവസങ്ങളിലും അറിവിനെ ആഗ്രഹിക്കുന്ന, പുസ്തകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ ബന്ധപ്പെടണമെന്നാണ് ഈ അവസരത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് വേണ്ടി പറയാനുള്ളത്. 3-ാം തീയതി ദാമോദരൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലബാർ മേഖലയിൽ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നതോടൊപ്പം ഗ്രന്ഥശാല പ്രവർത്തനങ്ങളും സജീവമായിട്ടെടുക്കുന്ന ഒരു ധീരനായ തൊഴിലാളി നേതാവായിരുന്നു ദാമോദരൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്നത് വായനശാലകളിൽ മാത്രമല്ല, വായനശാലകളിൽ പുതുക്കും. അതോടൊപ്പം തന്നെ താലൂക്ക് തലത്തിലും അതിന്റെ പ്രവർത്തനം നടക്കും. നമ്മുടെ താലൂക്കിൽ അത് വടൂക്കര വായനശാലയിൽ വെച്ച് 3-ാം തീയതി കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ KV ഉദ്ഘാടനം ചെയ്യും.
പ്രൊഫസർ ഹരിദാസ് മാസ്റ്റർ അത് ഓർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തും. അതിലേക്ക് ഈ വായനശാലയിലെ ആളുകളെ ഞാൻ ഗ്രന്ഥശാല പ്രവർത്തകരെ താലൂക്കിന്റെ പേരിൽ ക്ഷണിക്കുകയാണ്. 7-ാം തീയതി താലൂക്ക് തലത്തിൽ സമാപനമുണ്ട്. അത് അപ്പം തമ്പുരാൻ സ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ്, അയ്യന്തോളിൽ ഒരു കൺവെൻഷൻ സെന്ററിനടുത്ത്. അവിടെ ആ പരിപാടിയിലും നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കടമയിലേക്ക് കടക്കാം. എല്ലാ ദിവസവും ഇത്തരത്തിൽ പരിപാടി ആയതുകൊണ്ട് പലർക്കും കൂടുതൽ സമയമിരിക്കുന്നതിനൊക്കെ കുറവ് പ്രയാസമുണ്ടാകും. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് ഇന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. പിന്നെ സെക്രട്ടറി പറഞ്ഞു സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച്. സോഷ്യൽ മീഡിയ ദിനമായിട്ട് ആചരിക്കുകയാണ് ലൈബ്രറി കൗൺസിൽ. ഈ ഒരു പരിപാടി ആയിട്ട് ആചരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്ര വിദഗ്ധനൊന്നുമല്ല. ഇന്ന് ചെറിയ കുട്ടികളടക്കം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അങ്ങനെ നിരവധി സംരംഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം, അത് നമ്മുടെ വായനശാല പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലൂടെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കാൻ കഴിയും. മറ്റ് നിരവധി മേഖലകളിലൂടെ അത് വ്യാപിപ്പിക്കാൻ കഴിയും. അത്തരം പരിപാടി ഇപ്പോ എല്ലാ വായനശാലയ്ക്കും ഫേസ്ബുക്ക് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈബ്രറി കൗൺസിൽ. അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളും അങ്ങനെ മുഴുവൻ ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ എല്ലാ ആളുകളെയും അടുത്തെത്തിക്കാനുള്ള വലിയൊരു മേഖലയായി സോഷ്യൽ മീഡിയ ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനത്തിന് പൂർണ്ണത കൈവരിക്കാൻ ഈ ശാസ്ത്രത്തിന്റെ വലിയ പുരോഗതി ഉണ്ടായ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ ബിരുദങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ ഇന്ന് പഴയ നമ്മളൊക്കെ തന്നെ ഉപേക്ഷിച്ച പല കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിലില്ല. ആ സാഹചര്യം സൃഷ്ടിക്കാൻ കൂടി നമ്മുടെ വായനശാലകൾക്ക്, ഗ്രന്ഥശാല പ്രവർത്തകർക്ക് ഇന്ന് ബാധ്യതയും കടമയുമുണ്ട്. അതും നമ്മൾ കുറേശ്ശെയായി ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ വായനാ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ അതിനാക്കം കൊണ്ടുവരാണ് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ഇത്തരം കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റ് നിങ്ങളെല്ലാവരും പലരും അതിൽ പങ്കെടുക്കുന്നവരാണ്. എന്നെക്കാട്ടൊക്കെ കൂടുതൽ അക്കാര്യം സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. മറ്റൊരു പ്രധാന വിഷയം ഇന്നത്തെ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ സ്മരിക്കുക എന്നുള്ളതാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജന്മദിനമാണ്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചു. നമ്മുടെ മലയാളത്തിലെ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്ന രണ്ട് കവികളാണ് പ്രധാനപ്പെട്ട കവികൾ. ഒന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും മറ്റൊന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയും. ഈ രണ്ടുപേരുമാണ് മലയാളത്തിൽ കാൽപ്പനിക വിപ്ലവം എന്ന രീതിയിൽ വലിയ മാറ്റം കുറിച്ച, കവിതാ രംഗത്ത് വലിയ മാറ്റം കുറിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. അതിലും പ്രധാനപ്പെട്ട ആളാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹം 1909 ഇടപ്പള്ളി ഇളമക്കരയിലെ പാണ്ഡവത്ത് വീട്ടിൽ നീലകണ്ഠപിള്ളയുടെയും വടക്കൻ പറവൂർ കോട്ടുവള്ളിയിലെ കിഴക്കേപ്പുറം മുറിയിൽ താഴത്ത് വീട്ടിൽ മീനാക്ഷമ്മയുടെയും മകനായി ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച അധികം താമസിക്കാതെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ താഴെ ഒരു കുട്ടിയും ഉണ്ടായി. അധികം താമസിക്കാതെ തന്നെ ഇവരുടെ ബാല്യകാലഘട്ടങ്ങളിൽ അമ്മയ്ക്ക് ഗർഭാശയ അർബുദം ബാധിച്ചുകൊണ്ട് അമ്മ മരണമടയുകയാണ്. അമ്മ മരണമടഞ്ഞപ്പോൾ അച്ഛൻ ഒരു എക്സൈസ് ഓഫീസിലെ ശിപായി മാത്രമായിരുന്നു. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാത്രം ജീവിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അമ്മ പോയതിനു ശേഷം അച്ഛൻ മറ്റൊരു പുനർവിവാഹം കഴിക്കുകയാണ്. പുനർവിവാഹത്തിന് ശേഷം ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് അച്ഛൻ എവിടേക്ക് പോകുന്നു? സ്വാഭാവികമായി നമുക്കറിയാം,
നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ അത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാനമ്മയായി വരുന്ന ആൾ പലപ്പോഴും ഭൂരിപക്ഷവും അവരുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും, കുട്ടികൾക്ക് പീഡനങ്ങളായിരിക്കും. ആ രീതിയിലുള്ള അവസ്ഥ തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ നിസ്സഹായനായിരിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിയായിരിക്കും. അങ്ങനെ അസ്വസ്ഥമായ ഒരു ജീവിതമാണ് ബാല്യകാലങ്ങളിൽ ഈ രണ്ട് കുട്ടികൾക്കും ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി കൃഷ്ണപിള്ളയെ രാഘവപിള്ളയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുജൻ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നാട് വിട്ടു പോവുകയും രാഘവൻപിള്ള പതുക്കെ പലരുടെയും സഹായത്തോടുകൂടി ഒരു സ്കൂളിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 1915 ഇടപ്പള്ളി ചുറ്റുപാടുകര MM സ്കൂളിൽ വിദ്യാർത്ഥിയായി ചേരുകയുണ്ടായത്, പലരുടെയും സഹായത്തോടു കൂടി. അങ്ങനെ ചേർന്ന് വളരെ മിടുക്കനായിരുന്നു, പഠിക്കാൻ നല്ല കഴിവുള്ളവനായിരുന്നു. ചേർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ 11 ദിവസം കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പൊരുത്തപ്പെടാത്തതിൻ്റെ പേരിൽ പഠിത്തം നിർത്തുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ 1919 ഇടപ്പള്ളി വടക്കുംഭാഗം ഹയർ സെക്കൻഡറി വെർണാക്കുലർ സ്കൂളിൽ ചേർന്ന് 3ാം തരം പാസ്സായത്. അന്ന് കാലത്ത് 3ാം തരം, 4ാം തരം, 2ാം തരം, 1ാം തരം ആ രീതിയിലൊക്കെയാണ് വിദ്യാഭ്യാസത്തെ ആളുകൾ സൂചിപ്പിച്ചിരുന്നത്. അങ്ങനെ അത് പാസ്സായി. ആ കാലഘട്ടത്തിലാണ് രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളെ, മേലങ്കത്ത് അച്യുതമേനോനും ഇടപ്പള്ളി കരുണാകര മേനോനുമായിട്ടുള്ള ബന്ധം ഈ കുട്ടിക്ക് 3ാം തരം പാസ്സായി കുട്ടിക്ക് ഉണ്ടാകുന്നത്. അവരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന കവിതാ വാസന, ആ കവിതാവാസനയെ പുറത്തെടുക്കാൻ ഇവരുടെ ആത്മബന്ധം അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ അല്പം കവിത എഴുതി തുടങ്ങി. ആ കവിത എഴുത്തിലൂടെ മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം മുന്നോട്ട് പോയി. ഇക്കാലത്ത് ആണ് അദ്ദേഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പരിചയപ്പെടുന്നത്. ചങ്ങമ്പുഴയുമായുള്ള ആ സഹവാസം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം നിരവധി കവിതാ സമാഹാരങ്ങൾക്കൊക്കെ തന്നെ രൂപം കൊടുത്തു. 1927 തേർഡ് ഫോറം പാസ്സായി ഇളമക്കരയിലെ പ്രശസ്തനായ ഒരു ധനിക കുടുംബത്തിൽ ട്യൂഷൻ മാസ്റ്ററായി പോയി. അന്ന് തേർഡ് ഫോറൊക്കെ പാസ്സായാൽ ഗവൺമെന്റ് സർവീസിലൊക്കെ കയറാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അതിനുള്ള ഒരു കുടുംബ സാഹചര്യമില്ലാത്തതുകൊണ്ട് ഒരു ധനിക കുടുംബത്തിൽ അദ്ദേഹം ട്യൂഷൻ മാസ്റ്ററുടെ ജോലിക്ക് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി പോവുകയാണ്. മഹാരാജാസ് സ്കൂളിൽ ഇതിനോടൊപ്പം ചേർന്ന് പഠിക്കുകയും സ്കൂൾ ഫൈനൽ പാസ്സാവുകയും ചെയ്തു. ധനിക കുടുംബത്തിലെ സ്കൂൾ ഫൈനൽ പരീക്ഷ എന്ന് പറഞ്ഞ 10ാം ക്ലാസ് എന്നത്തെ അത് പാസ്സായപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആ വീട്ടിലെ വലിയ ധനിക കുടുംബമാണ്, അതിലെ കാര്യസ്ഥനായി ജോലി കിട്ടി. അന്ന് അത്തരം വീടുകളിൽ കാര്യസ്ഥനായി ജോലി കിട്ടുക എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രേമബന്ധം ഉണ്ടായതുകൊണ്ട് അത് കുറേശ്ശെ ശല്യപ്പെടുത്താനും അങ്ങനെ ആ പ്രേമത്തിൻ്റെ പേരിൽ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റാനും ഇടയായി. അവിടെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ, ഭാഷാദി വർദ്ധിനി ബുക്ക് ഡിപ്പോ, അതുപോലെ തന്നെ ശ്രീമതി, പിന്നെ കേരള കേസരി, മലയാള രാജ്യം, മാതൃഭൂമി ആഴ്ച പതിപ്പ്, ഇതൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പലതിലും ജോലികളിൽ നിന്നും കവിത എഴുതിയും അവിടെ പ്രസിദ്ധീകരിച്ചും ഒക്കെ തന്നെ ഈ മിടുക്കനായ ബാലൻ മുന്നോട്ട് പോയി. ഈ സമയത്താണ് ഉള്ളൂരിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. മഹാകവി ഉള്ളൂരിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഉള്ളൂരിനെ ബന്ധപ്പെടുകയും ഉള്ളൂര് തുഷാരഹാരം എന്ന ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കൃതി അതിനെ ഔദാരിക എഴുതി കൊടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കേരള കേസരിയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അത് പെട്ടെന്ന് നിലക്കുകയും അങ്ങനെ തൊഴിലില്ലാത്തൊരവസ്ഥ വരികയും അഡ്വക്കേറ്റ് VM നാരായണപിള്ളയോടൊപ്പം കൊല്ലത്ത് താമസിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഹൃദയസ്മിതം, നവസൗരഭ്യം തുടങ്ങിയ സമാഹാരങ്ങൾ
അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയാണ്. ഈ പ്രസിദ്ധീകരണശാലകളാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്. ഇങ്ങനെ കവിത എഴുതി അത് പ്രസിദ്ധീകരിച്ച് നല്ല കവിയായി മാറുന്ന ഈ സാഹചര്യത്തിലാണ് ജനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മിടുക്കനായ യുവാവ്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ ക്ഷണപത്രം ലഭിക്കുന്നത്. ഈ വിവാഹ ക്ഷണപത്രം അദ്ദേഹം പ്രേമിച്ച പെൺകുട്ടിയുടേതായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എന്താ ചെയ്യുക? ഇത് കിട്ടിയ വശം ആ കുട്ടിയെ പോയി കുത്തിക്കൊല്ലും. ആ രീതിയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ രാഘവൻ പിള്ളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഈ ക്ഷണപത്രം ആകെ തകർത്തു. അന്ന് രാത്രി തനിക്ക് അഭയം തന്ന നാരായണപിള്ളയുടെ വീട്ടിൽ അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ്. അങ്ങനെ 27ാമത്തെ വയസ്സിൽ ആ കവിയുടെ ജീവിതം അവസാനിക്കുകയാണ്. ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിൽ തൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ മരണവാർത്തയോടൊപ്പം ആ വാർത്ത പത്രത്തിൽ വരുന്ന അവസരത്തിൽ മണിനാഥം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നു എന്നാണ് അന്നത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളത്തെ പ്രഭാതം